കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ കഥ പറഞ്ഞുതരാൻ പോകുന്നത് ദുബായിലത്തെ മുഷറഫ് പാർക്കിലാ. മുഷറഫ് പാർക്ക് ഭയങ്കര വലിയ പാർക്കാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഹലോ കൂട്ടുകാരെ, സുഖല്ലേ? കൊളക്കോഴി എന്നൊരു പക്ഷിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് അറിയില്ലായിരുന്നു. അമ്മയും അച്ഛനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇന്ന് ഞാനൊരു കൊളക്കോഴിയുടെ കഥയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു ദിവസം ഒരു കൊളക്കോഴി ഭക്ഷണം അന്വേഷിച്ച് നടക്കായിരുന്നു. കുറച്ചുണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് നിറച്ചിരിക്കണ മുറി കൊളക്കോഴിക്ക് ഭയങ്കര സന്തോഷമായി. കൊളക്കോഴി വിചാരിച്ചു, ഇനി എന്തിനാ ഞാൻ ഭക്ഷണം അന്വേഷിച്ച് നടക്കണേ, ഞാൻ പതിങ്ങി ആരും കാണാണ്ട് കഴിച്ചിരിക്കാം. അങ്ങനെ കൊളക്കോഴി ഭക്ഷണം കഴിച്ച് നല്ല തടിയനായി. പെട്ടെന്നൊരു ദിവസം നോക്കിയപ്പോൾ ആകാശത്തിൽ കുറെ കൊളക്കോഴികള് പറന്നു പോവാണ്. നമ്മുടെ കൊളക്കോഴിക്ക് പറക്കാനൊരു ആഗ്രഹം. അവൻ ചിറക് വിടർത്തിയിട്ട് പറക്കാൻ നോക്കിയപ്പോൾ പറക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്തിട്ടും പറക്കാൻ പറ്റിയില്ല. എന്താ കാരണം? നമ്മുടെ കൊളക്കോഴിക്ക് കുറെ ഭക്ഷണം കഴിച്ച് തടി കൂടി. അത് കാരണം പറക്കാൻ പറ്റിയില്ല. അപ്പോ കൂട്ടുകാരെ, ഈ ലോക്ക്ഡൗൺ സമയത്തില് നമ്മള് വെറുതെ വീട്ടില് ഇരുന്ന നമ്മള് തടിച്ച കൊളക്കോഴികളുടെ മാതിരിയാവും. അതുകൊണ്ട് നമ്മള് എല്ലാ ദിവസം എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ എല്ലാ ദിവസമല്ല, കുറച്ച് 2-3 ദിവസം ഞാൻ സൈക്കിൾ ചവിട്ടാൻ പോകും. മാസ്ക് ഒക്കെ ഇടണേ. ഇത് മാതിരി. ഇനി ഞാൻ മുഷറഫ് പാർക്കിലത്തെ കാഴ്ചകള് ഞാൻ കാണിച്ചു തരാം. ലോകത്തിലത്തെ പലതരം വീടുകളുടെ മോഡൽ ഈ മുഷറഫ് പാർക്കിലുണ്ട്. വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാൻ. ഇത് നെതർലൻഡ്സിലത്തെ വിൻഡ്മിൽ ഹൗസുകളാ. എന്ത് രസല്ലേ? ഇത് തായ്ലൻഡിലത്തെ ഹൗസാണ്. ഇതിന്റെ അടുത്ത് ഒരു നല്ല വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇന്തോനേഷ്യൻ ഹൗസ് നോക്കാം. ഇതൊരു വലിയ തോണിയുടെ ഷേപ്പിലായിരിക്കണേ. ഇത് ബർമീസ് അല്ലെങ്കിൽ മ്യാൻമാർ ഹൗസ് ആണ് കേട്ടോ. നല്ല കളർഫുൾ അല്ലേ? ഇനി അടുത്തത് നമുക്ക് വിൻ ടവർ ഹൗസ് കാണാം. ഇത് ബർജീലിനും വിളിക്കും. ഇത് പണ്ടത്തെ ഗൾഫിലെ ആൾക്കാര് താമസിച്ചിരുന്ന വീടാണിത്. ഈ വീടിന്റെ ഉള്ളിൽ കൂടെ പോവാൻ നല്ല രസാ. ഈ വീടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇത് ചൈനീസ് ഹൗസ്. ഇതൊരു ശരിക്കുള്ള ചൈനീസ് ഹൗസ് പോലുണ്ട്.
ഇനി നമുക്ക് ഇംഗ്ലീഷ് ഹൗസിന്റെ അകത്ത് കാണാം. ഇതൊരു വലിയ വീടാ, കാണാൻ നല്ല രസല്ലേ? ഇനി നമുക്ക് നോർവേയിലത്തെ ചെറിയ കോട്ടേജ് കാണാം. ഈ വീട് മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണേ. ഇത് സ്റ്റോൺ ഹൗസ്. ഇത് പണ്ടത്തെ ആൾക്കാര് ജീവിച്ചിരുന്ന വീടുകളാണ്. ഇത് ബേത്തല്ലരീഷ്. ബേത്തിൻച അറബിക്കില് വീടിന് അർത്ഥം. ഇവിടെ വരുമ്പോ പേടിയാവുന്നു. ഇത് ഈ വീടിന്റെ കുളിമുറിയാണെന്നാ തോന്നണേ. ഇതാണ് ന്യൂബിയൻ ഹൗസ്. ഈജിപ്തിലത്തെ പണ്ടത്തെ ആൾക്കാര് ഇതുപോലത്തെ വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ നിറച്ചു കോഴികളും താറാവുകളും ഒക്കെ ഉണ്ട് കേട്ടോ. നാട്ടിലത്തെ ശബ്ദം പോലെ ഉണ്ട്. അപ്പൊ ഈ വ്ലോഗും കഥ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റ് ചെയ്യണേ. അപ്പോ പിന്നെ കാണാം.